ഈ അങ്ങാടിപ്പുറം FCI ഗോഡൗണിലെ CITUകാർ മുഴുവൻ BMS ചേർന്നു എന്ന ഒരു വാർത്ത നിങ്ങളോടെല്ലാം ഒരു നുണയായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചത്. അങ്ങാടിപ്പുറം FCI ഗോഡൗൺ ഇതുവരെ എന്ന് വെച്ചാൽ ഈ മാസം ഫെബ്രുവരി മാസം 2-ാം തീയതി വരെ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന FCI ഗോഡൗണുകളിൽ ഒരു ഗോഡൗണാണ്. 2-ാം തീയതി പുതിയ ടെൻഡർ വിളിച്ച് ടെൻഡർ ആയിട്ടുണ്ട്. 2-ാം തീയതിക്ക് ശേഷം ടെൻഡർ പൊട്ടിച്ച് ആർക്കാണോ ആ കരാറ് വരുന്നതെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് 3-4 കരാറുകാർ നൽകിയിട്ടുണ്ട്. അവർക്ക് ടെൻഡർ ഉറപ്പിച്ചു നൽകും. അത് കഴിഞ്ഞാൽ അവിടെ വരുന്ന അരി, ഗോതമ്പ്, മറ്റ് സാധനങ്ങൾ, റേഷൻ കടകളിലേക്ക് വരുന്ന സാധനങ്ങൾ ഇറക്കുന്നതും കയറ്റുന്നതും ചെയ്യുന്നതിന് കരാറുകാരനാണ് ചുമതല. കരാറുകാരൻ ആവശ്യമായ തൊഴിലാളികളെ നിയമിക്കും. മുൻകാലങ്ങളിൽ കരാർവൽക്കരണം നടപ്പിലാക്കുമ്പോൾ തൊഴിലാളികൾ അവരവരുടെ യൂണിയനുകളിൽ സ്ഥിരമായി നിൽക്കുമായിരുന്നു. BJP അധികാരത്തിൽ വന്ന 2017 ശേഷം കരാർവൽക്കരണം നടന്ന സ്ഥലങ്ങളിൽ തൊഴിലാളികളെ കൂടി സ്വകാര്യവൽക്കരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ FCIയുടെ തൊഴിലാളികളാണ്. FCI ശമ്പളം നൽകുന്ന തൊഴിലാളികളാണ്. ചുമട്ട് തൊഴിലാളികളാണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതോടുകൂടി ഇവരെ ഏതെങ്കിലും സ്വകാര്യ ഗോഡൗണുകൾ FCI ഗോഡൗണുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കേരളത്തിൽ 19 ഗോഡൗണുകളിൽ 13 സ്വകാര്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ അങ്ങാടിപ്പുറവും കോഴിക്കോടുള്ള തിക്കോടിയും ഈ സ്വകാര്യവൽക്കരണത്തിൽ പെടുകയാണ്. സംഭവിക്കാൻ പോകുന്നത് ഈ നിലവിലുള്ള തൊഴിലാളികളെ ഏതെങ്കിലും FCI ഗോഡൗണുകളിലേക്ക് സ്ഥലം മാറ്റും. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുന്നത് പോലെ മാറ്റും. പക്ഷേ FCI ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ സ്ഥലം മാറ്റുന്നത് ഹൈദരാബാദ്, തമിഴ്നാട്, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ്. അപ്പോൾ നിരവധി വർഷങ്ങളായി ചുമടെടുക്കുന്ന തൊഴിലാളികളാണ്. മറ്റ് വിദഗ്ധമായ ഒന്നും അവർക്കില്ല. ചുമടെടുക്കുന്ന ജോലിയാണ് അവർക്കുള്ളത്. അങ്ങോട്ടാണ് മാറ്റുക. എന്താണ് അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ കുറ്റിപ്പുറത്തുകാരൻ കൂടിയാണ്. ചുമട്ടുതൊഴിലാളികളുടെ ജില്ലാ സെക്രട്ടറിയാണ്. കുറ്റിപ്പുറത്ത് തൊഴിലാളികളെ മാറ്റിയത് മദ്രാസിലേക്കും ഹൈദരാബാദിലേക്കുമാണ്. മാറ്റപ്പെടുന്നതോടുകൂടി ഈ തൊഴിലാളികൾ അവർ 2 ഓപ്ഷൻ ഉണ്ടാകും FCI മുന്നിൽ. ഒന്നുകിൽ നിങ്ങൾ മാറ്റം സ്വീകരിച്ച് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ജോലി ചെയ്തതിൻ്റെ അർഹതപ്പെട്ട ആനുകൂല്യം ഗ്രാറ്റുവിറ്റി നൽകി നിങ്ങൾ പിരിഞ്ഞു പോകണം. ഇങ്ങനെയാണ് വ്യവസ്ഥ ഉണ്ടാക്കുക. ഒരാളും ഈ കേരളത്തിന് പുറത്താണ് ഇവരെല്ലാം ട്രാൻസ്ഫർ ചെയ്യുക. ഒരാളും പോകാറില്ല. ഇവർക്കും സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, ഞങ്ങൾ ഈ വാർത്ത വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇവർ കേരളത്തിലുള്ള BJPയുടെ 3 നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഒന്ന് അവരുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ, മറ്റൊന്ന് അവരുടെ കോട്ടയത്തുള്ള മന്ത്രി ജോർജ് കുര്യൻ, മറ്റൊന്ന് സുരേഷ് ഗോപി. ഈ 3 ആളുകളെയും ഈ തൊഴിലാളികൾ പോയി കണ്ടിട്ടുണ്ട്. അവർ തൊഴിലാളികൾക്ക് നൽകിയ ഉറപ്പ് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യില്ല, നിങ്ങളവിടെ സ്ഥിരപ്പെടുത്താം എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളിപ്പോൾ അങ്ങാടിപ്പുറത്ത് തന്നെയാണല്ലോ ജീവിക്കുന്നത്. ഇവിടെയുള്ള ജനറൽ മാനേജറോട് അന്വേഷിച്ചാൽ അറിയാം. ജനറൽ മാനേജർക്ക് ഒറ്റ മറുപടി അതിന് പറയാണ്ടാവുള്ളൂ. FCI രേഖാമൂലം ഇവരെ മാറ്റേണ്ടതില്ല എന്ന് എനിക്ക് കത്ത് നൽകിയാൽ, ജനറൽ മാനേജർക്ക് കത്ത് നൽകിയാൽ, FCI നൽകണം, വേറെ ആരും നൽകിയാൽ ഇവരെയും ട്രാൻസ്ഫർ ചെയ്യില്ല. അല്ലെങ്കിൽ ആര് പറഞ്ഞാലും ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും. തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് ഇതേ സ്വകാര്യവൽക്കരണം ഉണ്ടായി. തൊഴിലാളികൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് ചെന്നു. രാജീവ് ചന്ദ്രശേഖരൻ ഇടപെട്ടു. അപ്പോൾ പറഞ്ഞു, ഗവൺമെൻറ് പോളിസി മേറ്ററാണ്, ഗവൺമെൻറ്റിനോട് നിങ്ങൾ മാറ്റാൻ പറയൂ, ഞങ്ങൾ മാറ്റം വരുത്തില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ കൊടുത്ത മറുപടി. മറ്റവരെ മാറ്റി ഇവർ തന്നു. ഇതിപ്പോൾ കുഴക്കോട്ടുള്ളത് CITU പുതിയ തൊഴിലാളികളാണ്. കുറ്റിപ്പുറത്ത് കഴിഞ്ഞ 2 വർഷം മുൻപ് മാറ്റം ചെയ്യപ്പെട്ടു. ഇപ്പം പ്രവർത്തിക്കുന്നത് പുതിയ തൊഴിലാളികളാണ്. ഇപ്പോൾ കുറ്റിപ്പുറത്ത് CITU ഉണ്ട്, INTUC ഉണ്ട്, STU ഉണ്ട്, 3 ആൾ. അങ്ങാടിപ്പുറത്തെ വിഷയവും യഥാർത്ഥത്തിൽ അതുതന്നെയാണ്. ഇവർ ട്രാൻസ്ഫർ ചെയ്യപ്പെടും, ഒരു കാരണവശാലും നിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ താൽക്കാലികമായ ആശ്വാസത്തിന് വേണ്ടി അവർ BMS ചേർന്നു. അത് ആണ് വസ്തുത. പക്ഷെ ഞങ്ങൾക്കതിൽ മനസ്സിലാകാത്തത്, ഞങ്ങളുമായി അവർക്കൊരു ബന്ധമില്ല. CITUവിൻ്റെ ചുമട്ടുതൊഴിലാളി യൂണിയനുണ്ട്, മലപ്പുറം ജില്ലാ ചുമട്ടുതൊഴിലാളി യൂണിയൻ. ആ യൂണിയനിൽ അവർ അംഗങ്ങളല്ല. FCIയിൽ കേരള FCI ലേബർ വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു യൂണിയനുണ്ട്, CITU രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നവർ. അതിലവരംഗങ്ങളല്ല.
CITUവിൻ്റെ വേറെ ഏതെങ്കിലും ഘടക യൂണിയനുകളിൽ അംഗങ്ങളല്ല. CITUവിന് ഡയറക്റ്റ് അല്ല യൂണിയൻ, വിവിധ യൂണിയനുകൾ അഫിലിയേറ്റ് ചെയ്തുണ്ടാകുന്നതാണ് CITU. ഒരു സംഘടനയിലും ഇവർക്ക് അംഗത്വമില്ല. ഇവർ മുൻകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവുണ്ടായിരുന്ന ഒരു ഡൽഹിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ യൂണിയനിലാണ് പ്രവർത്തിച്ചത്. പിന്നീട് ഇവർ എവിടെ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കും അറിയില്ല, അവർക്കും അറിയില്ല. ഞങ്ങളുമായി പലപ്പോഴും അവർ ബന്ധപ്പെടാൻ ശ്രമിച്ച അവസരത്തിൽ അവരെ ഞങ്ങൾ സ്വീകരിക്കാതിരിക്കാനും കാരണം അവർ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു നയവും സമീപനവും സ്വീകരിക്കുന്നവരല്ല. ഈ തൊഴിലാളികൾ ആരും അങ്ങാടിപ്പുറത്തുകാരോ പെരിന്തൽമണ്ണക്കാരോ ഒന്നുമല്ല. കോഴിക്കോടും കണ്ണൂരും പാലക്കാടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്തു വന്ന തൊഴിലാളികളാണ്. ഈ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്തു വന്ന തൊഴിലാളി. ഇവർക്ക് തൊഴിലാളികളുടെ സമീപനം അവർക്കില്ല. അവർക്ക് ജോലിക്ക് വരിക, അവിടുന്ന് എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യാൻ കഴിയുമോ, അരി വിൽക്കാറുണ്ട്. ഇത് ഈ സമയത്ത് ഞങ്ങൾ പറയുന്നത് തെറ്റിദ്ധരിച്ചു പോകണ്ട. അരി മറിച്ച് വിൽക്കാറുണ്ട്. ആളുകളെ മാറ്റുമ്പോൾ പണം വാങ്ങി, മുൻപ് നിങ്ങൾക്കറിയാം ചുമട്ടുതൊഴിലാളിയെ നിശ്ചയിക്കുമ്പോൾ ഒരു കാലത്ത് ട്രേഡ് യൂണിയൻകാർ പണം വാങ്ങി നിശ്ചയിച്ചിരുന്നു. ആ സംവിധാനം ഇവർ ചെയ്യാറുണ്ട്. ഇത് രണ്ടും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാതിരുന്നാൽ CITUവിൽ ചേരുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് 2 വർഷം മുൻപ് ഞങ്ങൾ പറഞ്ഞതാണ്. പിന്നീട് അവർ വന്നിട്ടില്ല. ഇപ്പോൾ കോട്ടയത്ത് വെച്ചിട്ട് FCI വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നു. ഞാൻ അതിൽ പ്രതിനിധിയാണ്. ആ സമ്മേളനത്തിൽ ഇവർ പങ്കെടുത്തിട്ടില്ല. കേരളത്തിൽ പങ്കെടുക്കാത്ത ഒരു ഡിപ്പോ അങ്ങാടിപ്പുറം ഡിപ്പോ ആണ്. ചുമട്ടുതൊഴിലാളിയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം മഞ്ചേരിയിൽ വെച്ച് 7 മാസം മുൻപ് നടന്നു. അതിൽ ഇവർ അംഗങ്ങളല്ല. CITUവിൻ്റെ ഏതെങ്കിലും ഘടക യൂണിയനുകളിൽ ഇവർ അംഗങ്ങളല്ല. പക്ഷേ എന്തിനാണ് ഇവർ CITUവിൽ നിന്ന് BMS ചേർന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളോടുള്ള രാഷ്ട്രീയ വിരോധം, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന കാലമാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. എന്നാൽ പിന്നെ കുറച്ച് ആളുകൾ BMS ചേർന്നിരിക്കുന്നു CITUക്കാരെന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നും എതിരായി ഒരു പ്രചരണം രാജ്യത്ത് അഴിച്ചുവിടാൻ കഴിയുമോ എന്ന ദുരുദ്ദേശം അതിനകത്തുണ്ട് എന്നാണ് വസ്തുത. അതല്ലാതെ ഞങ്ങളുമായി യാതൊരുവിധ ബന്ധവും, CITU മെമ്പർമാരാണെങ്കിൽ CITU മെമ്പർഷിപ്പ് ഉണ്ടാകണം, മാസവരി നൽകണം, CITUവിൻ്റെ പ്രവർത്തന പരിപാടികളിൽ പങ്കെടുക്കണം, CITU എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ അവർ ബാധ്യതപ്പെട്ടവരാണ്. ഇപ്പോൾ ഈ 12-ാം തീയതി പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ലേബർ തൊഴിൽ നിയമങ്ങൾക്കെതിരായിട്ട്. ഇവർ അംഗങ്ങളാണോ? ആണെങ്കിൽ ഇവർ പണിമുടക്ക് നോട്ടീസ് കൊടുത്തു. ഞങ്ങളെല്ലാം പണിമുടക്ക് നോട്ടീസ് കൊടുത്തവരാണല്ലോ. പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ലല്ലോ. ആ രീതിയിൽ CITUവുമായി യാതൊരു കണക്ഷനും ഇല്ല എന്നാണ് ഒരു വസ്തുത. രണ്ടാമത് ചേർന്ന സ്ഥലം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. BMS-ലാണ്. BJP നയിക്കുന്ന BMS ആണ്. ഇന്ത്യയിലെ എല്ലാ മേഖലയിലും സ്വകാര്യവൽക്കരണവും തൊഴിലാളികളെ പുറത്താക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത്. നിങ്ങളെല്ലാം പത്രക്കാരാണ്. നിങ്ങൾക്കറിയാം, പത്രപ്രവർത്തകന്മാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രവർത്തിക്കുന്ന ആ സംഘടനയ്ക്ക് അംഗീകാരം നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അതിനുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഈ 29 ഭേദഗതിയിൽ നിർത്ത ചെയ്തവരാണ് അവർ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ പത്രപ്രവർത്തക യൂണിയൻ ആകെ 12 പണിമുടക്കിൽ പങ്കെടുക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങൾ, FCI മാത്രമല്ല, വിവിധ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയെ തന്നെ സ്വകാര്യവൽക്കരിക്കുന്ന സ്ഥിതിയിലേക്ക്, കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ നയിക്കുന്ന അവരുടെ നേതൃത്വത്തിലുള്ള BMS-ലാണ് ഇവർ ചേർന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി ചേർന്നു എന്ന് ചോദിച്ചാൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. പട്ടാമ്പിക്ക് പത്തരമാറ്റു സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.